ഏട്ടന് ജോലിക്ക് പോകേണ്ടെന്നുള്ള എല്ലാ വർക്കിംഗ് ഡേയ്സിൻ്റെയും തലേ ദിവസം ഞാൻ ചെയ്യുന്നൊരു കലാപരിപാടിയാണ് ഇത്. പിറ്റേന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തലേന്ന് രാത്രി തന്നെ റെഡിയാക്കി വെക്കുവേ. അപ്പോൾ ഞാൻ ചോറ് വെക്കുന്നത് സാധാരണയായിട്ട് വർക്കിംഗ് ഡേയ്സിലെല്ലാം ഞാൻ തെർമൽ കുക്കറിനകത്താണ് കേട്ടോ ചോറ് വെക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന കണക്ക് ഞാൻ വെള്ളം തിളപ്പിച്ച് അതിനകത്ത് അരി കഴുകി അങ്ങോട്ടിട്ട് തിളയ്ക്കുന്ന സമയത്ത് ഇറക്കി തെർമൽ കുക്കറിനകത്ത് അടച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ആകുമ്പോൾ കറക്റ്റ് വേവ് കറക്റ്റായിരിക്കും. പിന്നെ ചുമന്നരിയാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ അങ്ങനെ ആ അരി തിളയ്ക്കുന്നതിനിടയ്ക്ക് വെച്ചിട്ട് ഞാൻ വന്നിട്ട് എന്തെങ്കിലും ഒരു സൈഡ് ഡിഷിന് വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കും. അപ്പോൾ ഇന്ന് ഞാൻ ക്യാബേജ് തോരനാട്ടോ ഇന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ക്യാബേജൊക്കെ കണ്ടിച്ച് വെക്കുന്നതിനിടയ്ക്ക് അരി തിളച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ അതിനെ വന്ന് ഇറക്കി തെർമൽ കുക്കറിനകത്ത് എടുത്ത് വെച്ച് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഇത് കറക്റ്റായിട്ടിരിക്കുവേ. അങ്ങനെ അരിഞ്ഞ് വെച്ച ക്യാബേജ് എല്ലാം കൂടെ ഞാൻ കൊണ്ടുവന്ന് ഫ്രിഡ്ജിനകത്ത് അങ്ങോട്ട് സ്റ്റോർ ചെയ്ത് മീൻ വേണം. മീൻ നേരത്തെ ഞാൻ കണ്ടിച്ച് ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രാവിലെ അതെടുത്ത് ഉണ്ടാക്കിയാൽ മതി. അത് കഴിഞ്ഞ് സിങ്കിനകത്ത് ഇച്ചിരി പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ബാക്കി കിടന്ന പാത്രങ്ങളൊക്കെ ഞാനങ്ങ് കഴുകുവാണ്. അപ്പോൾ ഇവിടെ ചേട്ടനാണെങ്കിൽ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ സിങ്കിനകത്ത് പാത്രം കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭ്രാന്ത് പിടിക്കും കേട്ടോ. അപ്പോൾ എപ്പോഴും സിങ്കും അടുക്കളയും വീടും ഒക്കെ നല്ല വൃത്തിയായിരിക്കണമെന്ന് പുള്ളിക്കാരന് ഭയങ്കര നിർബന്ധമാണ്. ഞാൻ ചിലപ്പം എടുക്കുന്ന സാധനം എടുക്കുന്നിടത്ത് വെച്ചിട്ട് പോകുന്നൊരു സ്വഭാവമൊക്കെ ഉണ്ട്. പക്ഷേ ചേട്ടാ അങ്ങനെയല്ല, എന്നെ എപ്പോഴും വഴക്ക് പറയും. അതുകൊണ്ട് ഞാൻ ഇപ്പം ശ്രദ്ധിക്കാറുണ്ട്. എന്ത് കാര്യം ചുമ്മാ എന്തിനാ വഴക്ക് കേൾക്കുന്നതെന്ന് കരുതി ഞാനെല്ലാം ഇപ്പം വളരെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്നാലും കേൾക്കാറും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ആ കിച്ചണിൻ്റെ ഫ്ലോറും ആ സ്റ്റൗവിൻ്റെ പുറവും മൊത്തത്തിൽ നന്നായിട്ട് ചിലപ്പോൾ ക്ലീൻ ആയിരിക്കുമെങ്കിൽ പോലും ഒന്നുകൂടെ ഒന്ന് തുടച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അങ്ങനെ എല്ലാം നല്ല നീറ്റാക്കി കഴുകി ക്ലീനാക്കി ഇടുവാണ്. പിന്നെ ഇത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഒരു വാടക വീട്ടിലാണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം അവിടെ ഇച്ചിരി അടുക്കളയൊക്കെ ഇച്ചിരി പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. ഒരു പഴയ വീടായിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ അവർ റിനോവേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് വാടകയ്ക്ക് തന്നത് കേട്ടോ. പക്ഷെ അപ്പോൾ അടുക്കളയിൽ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടെന്നല്ലാതെ നമുക്ക് വേറെ വർക്ക് ഏരിയ ഒന്നുമില്ല. ഇതെല്ലാം കൂടെ ഒറ്റ അടുക്കളയാണ്. വിറകടുപ്പും ഈ സ്റ്റൗവും എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ല സൗകര്യം കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാൾക്ക് താമസിക്കാൻ നല്ല സൗകര്യമാണ്, സമാധാനമാണ്. അപ്പോൾ നമുക്ക് സാമ്പത്തികം ഇച്ചിരി കുറവാണെങ്കിലും സമാധാനമാണല്ലോ വലുതല്ലേ. അപ്പോൾ എൻ്റെ കൊച്ചു വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളടാ. ടാറ്റാ.